പോയി വിളിച്ചോണ്ട് വാടാ ആന്റപ്പനെ. എന്നിട്ട് ചോദിക്കേ പലിശാര എന്താ മടിയെന്ന്. ചോദിക്കാം ആശാനെ, ചോദിക്കാം. ഇക്കിയും ദാസനും കൂടെ പിരിക്കാൻ വരുമ്പോ ചായയും മിച്ചറൊക്കെ കൊടുത്ത് ആന്റപ്പൻ സൽക്കരിച്ചങ്ങ് ഇരുത്തും. എന്തേലും എക്സ്ക്യൂസ് പറഞ്ഞ് വിടുകയും ചെയ്യും. അതാ ഇന്ന് ആശാനും കൂടെ വന്നേ പറ്റൂന്ന് ഞാൻ നിർബന്ധം പിടിച്ചത്. എനിക്കും അത് മനസ്സിലായടാ. ഇന്ന് നമുക്ക് ഇതങ്ങ് പൊളിച്ചടുക്കിയേക്കാം. ഒരൊച്ചയും ബഹളവും കണ്ടിട്ടും കേട്ടിട്ടും കുറച്ച് നാളായില്ലേടാ. ഇന്ന് അവന്റെ ഇവിടുത്തെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ സ്വിമ്മിംഗ് പൂൾ അങ്ങ് മൂടണം. എന്നിട്ട് അവന്റെ അമ്മായപ്പൻ ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. വടാ. അയാള് കടയും വീടും ഒഴിപ്പിക്കാൻ കുറെ കൊട്ടേഷൻകാരെ അയച്ചില്ലേ? സത്യം പറഞ്ഞ അതുകൊണ്ടാ ഇത് വിട്ടുകളയരുതെന്നും കേസാക്കണമെന്ന് എനിക്ക് തോന്നിയത്. കാശ് കൊടുക്കുന്നവന്റെ കാല് നക്കി മനസാക്ഷിക്ക് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ചില ഗുണ്ടകളില്ലേ, അതില് ചിലവന്മാരാ എന്റെ അമ്മയെ പിടിച്ച് തള്ളിയത്. കേസ് കൊടുക്കുന്നത് അവന്മാർക്ക് കൂടി ശിക്ഷ കിട്ടാനാ. അവന്മാരെ നമുക്ക് അഴിയണിച്ചളയാം. താൻ കോഫി കുടിക്ക്. എന്നാ നീ പോയിട്ട് അയാളോട് വരാൻ പറ. ഞാനിവിടെ എവിടെയെങ്കിലും ഇരിക്കാം. ആശാനെ, എന്താടാ? ദേ അങ്ങോട്ട് നോക്കിയേ. സത്യമാണ് ശാരദ ഞാൻ ഈ പറയുന്നത്. നിന്റെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സ്ഥിതിക്ക് എന്റെ ഭാഗത്തുനിന്ന് നീ അത് പ്രതീക്ഷിക്കരുത്. പറഞ്ഞതെല്ലാം ഞാൻ പിൻവലിക്കുന്നു. ഇനി നടത്താനല്ല, ഇവളുടെ കല്യാണം മുടക്കാൻ മാത്രമാണ് ഞാൻ മുന്നിൽ നിൽക്കുന്നത്. ഗോപാലേട്ടാ. ഗോപാലകൃഷ്ണൻ തന്നെ. ഇവളുടെ കല്യാണം ഞാനായിട്ട് മുടക്കണമെന്നില്ല. തന്ത ഉപേക്ഷിച്ചു പോയ പെൺകുട്ടിയെ താലി കെട്ടാൻ കൊള്ളാവുന്ന കുടുംബത്തിൽ നിന്ന് ഒരുത്തൻ വരില്ല. വന്നാ തന്നെ ജനിപ്പിച്ചവൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് അവനൊരു അന്വേഷണം നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയ അവൻ വന്ന് നിൽക്കുന്നത് ഈ പടിക്കലായിരിക്കും, എന്നെ അന്വേഷിച്ച്. അങ്ങനെ അവൻ വന്ന് നിൽക്കുമ്പോ കുടുംബശ്രീ ഹോട്ടൽ ഉടമസ്ഥ ശാരദയും 3 മക്കളെയും എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞാലോ ശാരദേ? കുഞ്ഞുങ്ങളുടെ അച്ഛൻ ആരാണെന്ന് അമ്മ മാത്രം പറഞ്ഞാ പോരാ, ഒരു പുരുഷനത് സമ്മതിക്കുകയും വേണം. എന്നാലേ ആ സ്ത്രീയെ സമൂഹം ബഹുമാനിക്കൂ. അല്ലെങ്കിൽ അവർക്കുള്ള വിളിപ്പേരെ മറ്റൊന്നായിരിക്കും. ജയിക്കാനായി ഗോപാലകൃഷ്ണൻ എന്ത് ചീഞ്ഞ കളിയും കളിക്കും ശാരദ. ഇനി അതൊന്നും വേണ്ട, ഒരു കോംപ്രമൈസിൽ പോകാമെന്ന് കരുതിയ ഞാനും രാജേശ്വരിയും കൂടി നിന്റെ അടുത്തേക്ക് വന്നത്. നിനക്ക് ആലോചിക്കാൻ സമയവും തന്നു. പിന്നെയും നിന്റെ ഭാഗത്ത് ഒരയവും ഇല്ലാന്ന് വന്ന ഞാനും മാറി ചിന്തിക്കും ശാരദേ.
ഇവളുടെയും മറ്റു പിള്ളേരുടെയും കല്യാണം ഞാൻ നടത്തണോ അതോ മുടക്കണോ? നീ തീരുമാനിച്ചാ മതി. അതുകൊണ്ട് തൽക്കാലം നീ ഇത് പിടിക്ക്. ഇക്കാര്യത്തിൽ നമുക്കിടയിൽ ഇനിയൊരു തർക്കം വേണ്ട. ഒപ്പിട്ടിട്ട് നീ തിരിച്ചു തന്നാ മതി. വേണ്ട വേണ്ട, പിടിക്ക് ശാരദ. എനിക്ക് വേണ്ടത് ഇത് പിടിക്കാൻ. വേണ്ട ഗോപാലേട്ട, പിടിക്ക് ശാരദ. ഇത് വേണ്ട ഗോപാലേട്ട. നിന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി തന്നതാ. പിടിക്കത്. എനിക്ക് ഇനി നിന്റെ പ്രശ്നം എന്താ പറയേ? ശാലിനി, അവൾ സമ്മതിക്കില്ലത്. ഇതെന്ത് നാട്ടു നടപ്പാ ശാരദ നീ പറയുന്നത്? വീട്ടിലെ പിള്ളേരാണോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? അതെ അതെ, ഞാനെങ്ങും കേട്ടിട്ടില്ല ഈ മക്കൾ ഭരണത്തിന്റെ കാര്യമൊന്നും. ദാ കേട്ടല്ലോ ശാരദേ, നിന്റെ മകൾ ശാലിനിക്ക് വിവരമില്ല. അവള് വിചാരിച്ചാലേ ഈ പെണ്ണിന്റെ കല്യാണം നടത്താൻ പറ്റുമോ? കല്യാണത്തിന് 10 പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അവക്ക്? പെണ്ണിനെ കൈപിടിച്ചു കൊടുക്കാൻ കതിർ മണ്ഡപത്തില് അവള് കയറി നിന്നാ മതിയോ? കാര്യങ്ങൾ നീ തന്നെ പറഞ്ഞേ കേക്കട്ടെ. അവർക്ക് വേണമെങ്കിൽ മതി ഗോപാലേട്ടാ. നിങ്ങൾ ഈ കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായില്ലേ? ഇനി മതിയാക്ക്. എനിക്ക് വേറെ ജോലിയുണ്ട്, ഞാൻ പോകുന്നു. നീ വാടാ. ശാരദേ നോക്ക്, ഉപേക്ഷിച്ചു പോരേണ്ടി വന്നു കരുതി എന്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് വാത്സല്യമില്ലാന്ന് നീ കരുതരുത്. അവരെന്റെ ചോരയാ. ഞാൻ കരഞ്ഞ് കാലുപിടിച്ച 10 ലക്ഷമെങ്കിലും തരാൻ രാജേശ്വരിയെ കൊണ്ട് സമ്മതിപ്പിച്ചത്. അല്ലെങ്കിൽ അതും കൂടി തരാതെ അവള് നിന്നെയും പിള്ളാരെയും പെരുവഴിയിലേക്ക് ഇറക്കി വിടും. അവക്ക് കണ്ണിച്ചോരയില്ലാന്നറിയാലോ. സ്ഥലം എന്റെ പേരിലാണെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ നോക്കി നിൽക്കേണ്ടി വരും. അത് കാണാനുള്ള കരുത്തില്ലാത്തതുകൊണ്ടാ ഞാൻ വീണ്ടും വീണ്ടും നിന്നോട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം നീ ഇതുമായിട്ട് പോശാരതെ. ശാലിനി എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്ക്. എന്തായിരുന്നു നിങ്ങൾക്ക് അവളുടെ അടുത്തൊരു കിന്നാരം? അതൊക്കെ ആളിന്റെ അഭിനയമായിരുന്നില്ലേ ചേച്ചി? സിനിമയിലൊക്കെ പോയ ഓസ്കാർ വരെ കിട്ടേണ്ട ആണല്ലേ ഈ ഗോപാലകൃഷ്ണൻ. മനസ്സിലായി, അഭിനയം തകർത്തു. നവരസങ്ങളങ്ങ് വാരി വിതറുകയല്ലായിരുന്നു. പക്ഷേ ആ 10 ലക്ഷം എന്തിനാ അവക്ക് കൊടുത്തുവിട്ടത്? മുദ്രപത്രം മാത്രം കൊടുത്താ പോരായിരുന്നോ? 10 പൈസ കൊടുത്തില്ലേലും അതിൽ ഒപ്പിടുന്ന അവസ്ഥയിൽ അവളെന്നാ എനിക്ക് തോന്നുന്നത്. ശരിയാ രാജേശ്വരി, ഇങ്ങോട്ട് വന്ന ശാരദയല്ല തിരിച്ചു പോകുന്നത്. മനസ്സുകൊണ്ട് അവൾ ആകെ തകർന്നു. നമുക്ക് വേണമെങ്കിൽ പണം കൊടുക്കാതിരിക്കാമായിരുന്നു. പക്ഷേ 10 ലക്ഷം കൊടുത്തു വിട്ടതില് വേറൊരു ഉദ്ദേശമുണ്ട് രാജേശ്വരി. നവരസങ്ങളല്ലേ നീ കണ്ടിട്ടുള്ളൂ? ഇനി കാണാൻ പോകുന്നത് ഈ ഗോപാലകൃഷ്ണന്റെ വേറൊരു മുഖവാ. അതിന് അളിയൻ വേണം എന്നെ സഹായിക്കാൻ. സാർ, ആൻഡപ്പ സാർ ഇരിക്കാൻ പറഞ്ഞു നിങ്ങളോട്. എന്താ കഴിക്കാൻ വേണ്ടേ?
ടീ, കോഫി, സ്നാക്സ്, ഐസ്ക്രീം, സമോസ, ബനാന ഫ്രൈ. നിന്റെ പപ്സും സമൂസയും ബനാന ഫ്രൈ ഒക്കെ അവിടെ വെച്ചേക്കടാ. ഇന്ന് കാശും കൊണ്ട് ഞങ്ങള് പോകൂ. നീ വിട്ടേക്കടാ. വിട്ടേക്കാനോ? ഇന്നിവിടെ കാശിന്റെ കാര്യം ആരും സംസാരിക്കുന്നില്ല. ഇന്നത്തെ പിരിവ് ക്യാൻസൽ. അല്ല, ആന്റപ്പ സാർ ഇപ്പോ കാശുമായിട്ട് വരും. മുതലും പലിശ എല്ലാം ചേർത്ത്. ഇവൻ ഏതടാ? നിന്നോടല്ലേ കാശിന്റെ കാര്യം മിണ്ടരുതെന്ന് പറഞ്ഞത്? അതിപ്പോ പറഞ്ഞു. പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു. മേലാ മുന്നിൽ കണ്ടുപോകരുത്. പോടാ അവിടുന്ന്. എടാ വാ. അല്ലടാ, ഇത് അർജുനാണല്ലോ. അതെ ആശാനെ. ആശാന്റെ അളിയൻ അർജുനനാ. ഇവര് തമ്മിലെന്താ ബന്ധം? എന്ന് ചോദിച്ചാ ഈ പ്രീതി മോളുടെ കൂട്ടുകാരിയല്ലേ ഈ ശാലിനി അടുത്ത്. അപ്പോ ആ ഒരു അടുപ്പുണ്ടായിരിക്കും. ഞാൻ നോക്കിയിട്ടേ ആശാൻ ഇപ്പൊ എളുപ്പത്തിലൊരു റൂട്ട് തെളിഞ്ഞു കിട്ടിയിരിക്കുവാണെന്ന് ഞാൻ പറയൂ. ശാലിനി ഏടത്തിയുമായി അർജുൻ അളിയന് നല്ല ബന്ധമാണെങ്കിൽ ആശാന്റെ കാര്യം അവതരിപ്പിക്കാൻ എളുപ്പമായില്ലേ? സാർ, എന്താ കഴിക്കാൻ വേണ്ടത്? ടീ, കോഫി, സ്നാക്സ്, ഐസ്ക്രീം, സമോസ, ബനാന ഫ്രൈ. ഒരു മിനിറ്റ് വന്നേ. മോനോട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴാ ഒരു ആശ്വാസമായത്. എന്തെല്ലാം പുതിയ തെറിവാക്കുകളാ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പം മൊത്തം അപ്ഡേറ്റഡ് ആയി. ഇനി വേണം പോയെന്ന് കുളിക്കാൻ. അവനെ കൊണ്ട് ഇനി ശല്യം ഉണ്ടായില്ല. ആശാൻ പറ, എന്ത് തീരുമാനിച്ചു? അർജുനാളിനെ നമുക്കങ്ങ് ചങ്ക് ബടിയാക്കിയാലോ? അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവത്തെ? അർജുനും ഞാനും തമ്മിൽ അത്ര രസത്തിലല്ല ഇപ്പോ. നിനക്ക് അറിഞ്ഞൂടെ പ്രീതിയുടെ വിഷയം? അതറിയാം. സത്യമയ്ക്കും ആശാനും അർജുനോട് പിണക്കുണ്ടായിരിക്കും എന്ന് കരുതി പ്രീതി മോൾക്കും അങ്ങനെ ഉണ്ടോ ആശാന്? ഉണ്ടാവാതെ പിന്നെ. പ്രീതിക്ക് അവനോട് പിണക്കൂല്ലെന്ന് നിന്നോടാരാ പറഞ്ഞേ? ഈ ആശാൻ ഇത് ഏത് ലോകത്താ ജീവിക്കുന്നേ? അങ്ങനെ പിണക്കുകൊണ്ട് നിങ്ങൾ അമ്പലത്തിൽ പൂജ നടത്തുമ്പോ അവര് മാറി നിന്ന് കമ്മല് കിമ്മലും മറ്റും കൊടുക്കാനും വാങ്ങാനും നിൽക്കുവോ? എന്റെ ആശാനെ, അവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കണം നല്ല ആഗ്രഹമുണ്ട്. സത്യമേ പേടിച്ച് പ്രീതി മോള് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആശാൻ ഇനിയെങ്കിലും പ്രണയിക്കുന്നവരുടെ മനസ്സൊന്നും മനസ്സിലാക്കാൻ തയ്യാറാകണം പ്ലീസ്. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? അതായത് ആശാനെ, ആശാൻ ആദ്യം നമ്മുടെ പ്രീതി മോളുടെയും അർജുൻ അളിയന്റെയും ട്രാക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അപ്പോ അർജുൻ അളിയൻ ആശാന്റെയും ശാലിനി ഏടത്തിന്റെയും ട്രാക്ക് തിരിച്ച് ക്ലിയർ ചെയ്ത് തരും. ഒരു പരസ്പര സഹായ സഹകരണ സംഘം. എന്തു പറയുന്നു? അല്ല, അത് പിന്നല്ല, അതങ്ങനെ തന്നെ നമ്മൾ തീരുമാനിക്കുന്നു. ഓക്കെ, അത് നമുക്ക് ആലോചിക്കാം. എടാ, നീ ഇപ്പൊ അവര് തമ്മിൽ എന്താ സംസാരിക്കുന്നത് ശ്രദ്ധിക്ക്. ചെല്ലങ്ങോട്ട്. ഇന്ന് ഈ നിമിഷം വരെ വീട്ടിൽ ഒരാൾക്കും ഇക്കാര്യം അറിയില്ല അർജുനേട്ടാ. ആരും അറിയാതെ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന എന്റെ ആഗ്രഹം. ആശാനെ, ഇതത് തന്നെയാ. എന്ത്? ആശാനുമായിട്ടുള്ള പ്രേമം ആരും അറിയാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാ ഏട്ടത്തി അർജുനോടിനോട് പറയുന്നേ. അല്ലടാ, അതിപ്പോ ആശാനെ, ഒരു മിനിറ്റ്. ഇപ്പം അർജുനേട്ടൻ മാത്രമേ ഉള്ളൂ എനിക്കൊരു ഹെൽപ്പിന്. ഏട്ടൻ തന്നെ ഇതിനൊരു തീർപ്പുണ്ടാക്കി തരണം. അല്ലെങ്കിൽ എന്റെ ഈ നീക്കത്തിന് ഒരർത്ഥം ഇല്ലാതായിപ്പോ. എടാ, എന്താണ് അവര് പറയുന്നത്? നീ എന്തൊന്നും മിണ്ടാത്തതല്ല, കേൾക്കുന്നതാ. അതായത് അർജുനളെ ഇടപെട്ട് നിങ്ങളുടെ രണ്ടാളുടെ കല്യാണം നടത്തണമെന്ന ആ കുട്ടിയുടെ ആവശ്യം.
എന്റെ ആശാനെ വേറെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ലാന്ന്. അയ്യോടാ, എനിക്കും തോന്നി. അപ്പോ അങ്ങനെ തന്നെയാണല്ലേ സംസാരം? പിന്നല്ലാതെ ആ കുട്ടി ആശാനെ കൊണ്ട് മലക്കൂ, അത് 100% ഉറപ്പാ. എന്താ ആശാനെ, എന്തു പറ്റി? എടാ, നമ്മൾ വിചാരിച്ച പോലെ നല്ലട കാര്യങ്ങള്. ശാലിനി അർജുന്റെ ഒരു കക്ഷിയാണെന്നാ പറഞ്ഞേ. ആശാനെ, ആശാൻ എന്തിനാ അതിന് നിരാശപ്പെടുന്നേ? ഈ കേസ് ഏതാണെന്ന് ഇനിയും മനസ്സിലായില്ലല്ലേ? ആശാന്റെയും ശാലിന്റെ ഇടത്തിന്റെയും പ്രേമം തന്നെ. ആഹാ, എന്നിട്ട് ആശാൻ എന്ത് പറഞ്ഞു? ഞാൻ പറ്റിയെങ്കിൽ അറിയിക്കാന്ന് പറഞ്ഞു. ശ്ശോ, ഈ ആശാനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എന്താടാ ആ പോയിന്റ് പിടിച്ചങ്ങ് കേറണമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പരസ്പര സഹായ സഹകരണ സംഘം എന്ന്. പ്രീതി മോളുടെ കാര്യത്തിൽ ആശാൻ സഹായിക്കുമ്പോ ശാലിന്റെ ഇടത്തിയുടെ കാര്യത്തിൽ അർജുനളിനും സഹായിക്കും. ഒരു പാലോട്ട അങ്ങോട്ടും ഇങ്ങോട്ടും. നീ വന്നേ വാ. രൂപ വെച്ച് എണ്ണി കൊടുത്തിട്ടാ പെട്രോൾ നിന്റെ വായിലേക്ക് ഒഴിച്ചു തരുന്നേ. 1 കിലോ അരിക്ക് 44 രൂപയുള്ളൂ. എന്നിട്ടും നിന്നെയൊക്കെ ചുമന്ന് നടക്കുന്നെങ്കിൽ നീയും ആ മര്യാദ കാണിക്കണം, കേട്ടല്ലോ? മര്യാദയ്ക്ക് സ്റ്റാർട്ട് അയക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ചവിട്ട് കിട്ടും നിനക്ക്. അല്ല ആശാനെ, ആശാന് ഇത് കണ്ടിട്ട് ഒന്നും തോന്നില്ലേ? ഈ പ്രകടനം കണ്ടിട്ട് എന്തു തോന്നാൻ? പണ്ട് ശകുന്തള കാലിൽ ദർഭമൊന കൊണ്ടു എന്ന നാട്യത്തിൽ ദുഷ്യന്തനെ കാണാൻ നിന്നത് ഓർമ്മ വരുന്നുണ്ടോ? ദർഭമോനോ എന്നുവെച്ചാ? ഏട്ടത്തി ആശാനെ കാണാൻ നിൽക്കുവാണെന്ന് അറിയാമോ ആശാന്?